ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേത് സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോ മിഷാദാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 8ാമത്തെ അധ്യായം. വിദുര ചോദ്യങ്ങൾക്കുള്ള മറുപടി മൈത്രേയ മഹർഷി പറയുകയാണ്. അപ്പോൾ ഇതിനു മുമ്പേയൊക്കെ പറയുകയുണ്ടായി, സനൽകുമാരാദികൾക്ക്, അതായത് ആദ്യം ഇത് സംഘർഷണം സനകാദികൾക്കും, സനകാദികൾ സാംഖ്യായനനും, സാംഖ്യായനൻ പരാശരനും ബൃഹസ്പതിക്കും പറഞ്ഞു കൊടുത്തു. രണ്ടാൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരാൾ സാംഖ്യായനൻ, അതിലത്തെ പരാശരനിൽ നിന്ന് മൈത്രേയർക്ക് കിട്ടിയെന്ന് പറയണം. മൈത്രേയർ സ്വയം എനിക്ക് പരാശരനിൽ നിന്ന് കിട്ടിയ ഭാഗവതമാണ് പറയണം. എന്താ ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രളയമാണ് എല്ലാ ദിക്കിലും. അതിൽ ഒരു താമരയിൽ ബ്രഹ്മാവുണ്ടായി. അതിൻ്റെ ഉൽപ്പത്തിസ്ഥാനം അന്വേഷിച്ച് പോയി. മഹത്തായിരിക്കുന്ന ഒരു ബ്രഹ്മാവിൻ്റെ കാലം കഴിഞ്ഞു, മറ്റൊരു ബ്രഹ്മാവിൻ്റെ കാലമാണ് തുടങ്ങുന്നത്. ഒരു കാലം കഴിഞ്ഞാൽ വേറൊരു ബ്രഹ്മാവാവും. ഇത് മനസ്സിലാക്കി ഇങ്ങനെ തിരയുകയാണ്. തമസ്യ പാരേ വിദുര, ഹേ വിദുര എന്ന് വിളിക്കുകയാണ്. അപാരേ തമസ്യ, അപാരമായിരിക്കുന്ന ആ ഒരു കാണാതെ അന്ധകാരത്തിൽ ബ്രഹ്മദേവൻ തിരഞ്ഞ് എവിടുന്ന് താമര ഉണ്ടായി എന്ന് കണ്ടെത്തിയില്ല. വിജിന്നതോബോസ് മഹാത്രിണേമീവന കാലം, ആ കാലം കഴിഞ്ഞുപോയി, അതറിഞ്ഞില്ല. യോ ദേഹഭാജാം ഭയമീരയാണ് പരീക്ഷണോ അത്യാവിരാജസ്യ ഹേതി. ആ ഭഗവാന്റെ ആയുസ് എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ് ഭഗവാന്റെ കയ്യിൽ. എല്ലാവരുടെയും കാലം എല്ലാ ഭൂമിയിലുള്ള വാസത്തിൻ്റെ എന്താ പറയേണ്ടത്, കാല അളവ് ഇല്ലാതാക്കണ സംഗതിയാണ് കാലം. എന്നാക്കിയ കാലനായി, എന്നാക്കിയ കാലം ആയി. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇല്ലാണ്ടാക്കലാണ് ഇതിൻ്റെയൊക്കെ ഏർപ്പാട്. കാലമായാലും കാലനായാലും ഇല്ലാണ്ടാക്കും ഇല്ലേ. കുറേ കഴിയുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലത്തെ കാലം കഴിയുകയാണ്. കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റും, ഒറ്റ സെക്കൻഡ് പറ്റില്ല. അപ്പോൾ കാലം ക്ഷയിപ്പിക്കുന്നതാണ്. അത് ബ്രഹ്മദേവൻ മനസ്സിലാക്കി. ഒരു യുഗം കഴിഞ്ഞിരിക്കണു, ഇനി അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. തതോ നിവൃത്തോ പ്രതിലബ്ധകാമസ്വതിഷ്ണ്യമാസാദ്യ പുനഃസദേവ ശനേർ ജിതശ്വാസ നിവൃത്ത ചിത്തോ നിഷീദത് ആരൂഢസമാധിയോഗ നിഷീദത് പ്ലസ് ആരൂഢം നിഷീദദാരൂഢം, ഷീദത് പ്ലസ് ആരൂഢം നിഷീദത് ആരൂഢ സമാധിയോഗ. അപ്രതിലബ്ധ കാമ, ആഗ്രഹം സാധിക്കാത്തവനായിട്ട്. എന്താ ആഗ്രഹം? എവിടെയാണ് താമര ഉണ്ടായത്, എവിടെ നിന്നാണോ ഉണ്ടായത്, അത് അറിഞ്ഞില്ല, ഒരു പിടിയും കിട്ടിയില്ല, തിരയച്ച് വെറുതെ ആയി എന്ന് മാത്രം. തത, അതിൽ നിന്ന് നിവൃത്തി, മടങ്ങിയവനായി. നിവൃത്ത, വേണ്ടാന്ന് വെച്ചു, നിർത്തിവെച്ചിട്ടോ. സദേവ, ആ ദേവൻ പിന്നെയും സ്വദിഷ്ണ്യം, തൻ്റെ അധിഷ്ഠാനത്തെ, അധിഷ്ഠാനവും അടിസ്ഥാനവും ഏകദേശവും തന്നെയാണ്, അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിരിക്കുക. ആസാദ്യ, പ്രാപിച്ചിട്ട് തനിക്ക് കൽപ്പിതമായിട്ടുള്ള ഇരിപ്പിടം താമരയാണ്. കമലാസനാണല്ലോ ബ്രഹ്മാവ്. അവർ തന്നെ വന്നിരുന്നു. അവിടുന്ന് പുറപ്പെട്ടിട്ടാണ് അപ്പോൾ കുറച്ച് തിരഞ്ഞു നോക്കിയത്. കണ്ടില്ല എന്നപ്പോൾ തൻ്റെ സ്വസ്ഥാനത്ത് തന്നെ വീണ്ടും വന്ന് ഇരുന്നു. ശനൈ, മെല്ലെ, ജിതശ്വാസ, നിവൃത്ത ചിത്ത, ശ്വാസത്തെ പോലും അടക്കി തപസ്സിന് ഒരുമ്പെട്ടിരിക്കുകയാണ്. ആരൂഢ സമാധിയോഗ, സമാധിയിൽ ഇരുന്നു. കുറച്ചു നേരം ഈശ്വര ചിന്തയിൽ, ബാക്കിയൊന്നും ചിന്തിക്കാതെ. സമാധി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ്, ഒന്നും ചിന്തിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വര ചിന്ത കൂടെ വേണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലേ സമാധിയാവുള്ളൂ. ബാക്കി ചിന്തകളൊന്നും മനസ്സിൽ വരുവരുത്, എന്നാൽ ഈ ഒരു ചിന്ത വേണാനും. അങ്ങനെ സമാധിയിലിരുന്ന് ഉത്തരം കിട്ടുമോ നോക്കുക. തതോ നിവൃത്തോ അപ്രതിലബ്ധകാമ, ആ
ഉറവിടം കണ്ടെത്തുക എന്ന കാമം, ആഗ്രഹം സാധിക്കാതെ പ്രതിലബ്ധം കിട്ടുക, അപ്രതിലബ്ധം കിട്ടാതിരിക്കുക. സ്വതിഷ്ണമാസാദ്യ പുന, തൻ്റെ ഇരിപ്പിടത്തിലിരുന്ന് സ ദേവ ശനേർ ജിതശ്വാസ നിവൃത്ത ചിത്തോ, പ്രാണായാമാദികളെ കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിച്ച് സമാധിയോഗത്തെ ആശ്രയിച്ചു. നിശീതദാരൂഢ സമാധിയോഗ കാലേന സോജ പുരുഷായുഷാഭി പ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദേവഭാതമപശ്യത എന്ന പൂർവം. പുരുഷ കാലേന 100 സംവത്സരം ആണ് ഒരു മനുഷ്യൻ്റെ ഏകദേശം ആയുസ്. ചിലപ്പോൾ കുറയും, തുല്യപ്പം ചിലപ്പോൾ കൂടിയൊന്നും വരാം. 104, 105 വളരെ കുറവാണ്, കൂടൽ വളരെ കുറവേ ഉള്ളൂ. കുറേ അധികം ഇപ്പോഴത്തെ കാലത്തൊക്കെ 70, 80 ഒക്കെ ആയ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കുന്നത് വളരെ കുറവായി. അപ്പോൾ ആവറേജ് അല്ലെങ്കിൽ ശരാശരിയാണ് 100 സംവത്സരം. 100 സംവത്സരത്താൽ അഭിപ്രവൃത്ത യോഗേന, അഭ്യസിച്ച യോഗത്താൽ ബോധത്തോടു കൂടിയവനായിട്ട് സമാധിയിൽ ചിന്തിച്ചപ്പോൾ ഒരു ഉത്തരം കിട്ടി. അതാണല്ലോ ബോധം ഉണ്ടായി എന്ന് പറയണത്. സ അജ, ആ ബ്രഹ്മദേവൻ, അജൻ പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്. ഇന്ദ്രൻ, ഭഗവാൻ, വിവിധ അർത്ഥങ്ങൾ. ആട് എന്നൊരർത്ഥമുണ്ട്, അജ. ഓരോ സ്ഥലത്ത് ഓരോർത്ഥം. ഇവിടെ ബ്രഹ്മദേവൻ, അജ ബ്രഹ്മാവ്. അജമുഖദേവ നത, കഥകളിയിലൊരു വാക്കുണ്ട് സജിതാഹരിയിൽ. അപ്പം അജമുഖനത, ബ്രഹ്മാവ് മുതലായ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനെ, അജമുഖനത. യത്, യാതൊന്ന് പൂർവം, ഇതിനു മുമ്പേ ന അവശ്യത, കാണാത്ത. അവശ്യത കാണാൻ, ന അവശ്യത കാണാത്ത. ആ രൂപം അന്തർഹൃദയെ സ്വയം അവപാദം, ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത വിഷ്ണു സ്വരൂപത്തെ കണ്ടു. സമാധി യോഗത്തെ ആശ്രയിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് തിരഞ്ഞതുകൊണ്ടൊന്നും കാണില്ല. ചിലതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം നേടേണ്ടതായിട്ടുണ്ട്. ഉത്തരം അവിടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. ഭഗവാനെ വിചാരിച്ചാലും ഈശ്വരാനുഗ്രഹം കൊണ്ടോ നമ്മൾ വിചാരിക്കാത്തൊക്കെ നടക്കും. ചിലപ്പോൾ നമ്മളെത്ര വിചാരിച്ചിട്ടായാലും ചിലപ്പോൾ നടക്കില്ല. അങ്ങനെയും വരാം. കാലേന സോ അജ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയെ അവഭാതമവശ്യത എന്ന പൂർവം. മുമ്പേ കാണാത്തതായിട്ടുള്ള ഭഗവത് സ്വരൂപത്തെ അന്തർഹൃദയെ അവഭാതം അപശ്യത, ഉള്ളിൽ പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. ഇനി ആ കണ്ട രൂപത്തെ വിവരിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. മൃണാളഗൗരായതശേഷഭോഗ പര്യങ്ക ഏകം പുരുഷം ശയാനം പണാതപത്രായുധമൂർധരത്നദുഭിർ അതദ്വാന്തയുഗാന്തതോയേ. പണാതപത്രായുധ മൂർധരത്നദ്യുഭി, അനന്തനെയാണ് വിവരിക്കുന്നത്. ഭണങ്ങളാകുന്ന കുട പിടിച്ചിട്ട് നിൽക്കണ ഭഗവാൻ. ഭഗവാന്റെ കുട ഏതാ വെച്ചാൽ അനന്തൻ്റെ പടങ്ങളാണ്. മൃണാള ഗൗരായുധ ശേഷഭോഗേ, ശേഷനാകുന്ന തൽപ്പത്തിൽ കിടക്കുന്നവനും. ഹതധ്വാന്ത യുഗാന്ത തോയ, അന്ധകാരം നീങ്ങിയിരിക്കുന്ന യുഗാന്ത ജലത്തിൽ. തപസ് ചെയ്തു ഈശ്വരൻ പ്രകാശിച്ചപ്പോൾ എന്തുണ്ടായി? അതുവരെ ഉണ്ടായിരുന്ന അന്ധകാരം നീങ്ങി. ശിവപ്രകാശത്തിലാണ് ഈ അന്ധകാരം നീങ്ങി ജ്ഞാനം മനസ്സിലുണ്ടാവുക. അതുവരെ അന്ധകാരം ആയിരുന്നു എന്ന് പറഞ്ഞു നേരത്തെ. അന്ധകാരമാണെന്ന് പറഞ്ഞു ഇല്ലേ? അതിപ്പോൾ നീങ്ങി എന്നർത്ഥം. ശനേ ജിതശ്വാസ നിവൃത്ത ചിത്തെ. ഇതിൻ്റെ മുമ്പേ പറഞ്ഞു അവിടെയൊക്കെ അന്ധകാരമായിരുന്നു. തമസ്യപാരേന്ന് 20ാമത്തെ സ്ഥലം. തമസ്യപാര, തമസ ഇരുട്ട്. ഇപ്പം സമാധി കിട്ടിയപ്പോഴോ അത് നീങ്ങി. പ്രകാശം എല്ലാ ദിക്കിലും നീങ്ങി. അന്ധകാരം നീങ്ങിയ ഹതധ്വാന്തയുഗം യുഗാന്തതോയേ. യുഗാന്തയുഗം ഇരുട്ട്. ഹത എന്ന് പറഞ്ഞാൽ അതില്ലാണ്ടാവുക. അന്ധകാരം നീങ്ങിയ വെള്ളത്തിൽ. മൃണാളഗൗര ആയുധശേഷഭോഗപര്യങ്കേ, താമരത്തണ്ട് പോലെ വെളുത്ത ശയ്യയിൽ, അനന്തൻ്റെ ശയ്യയിൽ, ആദിശേഷൻ്റെ ശയ്യയിൽ. ശയാനം ഏകം പുരുഷം അപശ്യത, കിടക്കുന്ന ആദിപുരുഷനെ കണ്ടു.
വെളുത്ത നിറമായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. സാത്വികം. മൃണാളം താമര. മൃണാള ഗൗര ആയതശേഷ ഭോഗ പര്യങ്ക ഏകം പുരുഷം ശയാനം. അനന്തൻ്റെ ശൈലിൽ കിടക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു. ബണാതപത്രായുധമൂർധരത്ന. അനന്തൻ്റെ പടങ്ങളെ കൊണ്ട് കൊട പോലെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ബ്രഹ്മാവ് കണ്ടത്. അപ്പം എന്തുണ്ടായി? ദിവിർ ഹതദ്വാന്ത യുഗാന്ത തോയെ. യുഗാന്ത പ്രളയജലത്തിൽ വ്യാപിച്ച ഇരുട്ട് എല്ലാം നീങ്ങി പ്രകാശം കാണാറായി. പ്രേക്ഷാംക്ഷിബന്ധം ഹരിതോപലാത്രേ സന്ധ്യാപ്രണീവേരു രുക്മമൂർണ. 2 ഉണ്ട്. പിന്നെ രുക്മ എന്ന് പറഞ്ഞിട്ടൊരു വേറെയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. 3 ആണ് ഒരുമിച്ച് വന്നിരിക്കണത്. ആ 3 ഉച്ചരിക്കണം ചെല്ലുമ്പോൾ. നമുക്ക് പറഞ്ഞു തന്ന പോലെ ഞാൻ പറഞ്ഞു തരികയാണ്. എത്ര അക്ഷരം ആവർത്തിച്ച് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അത് സ്കിപ്പ് ചെയ്ത് വായിക്കരുത്. സന്ധ്യാപ്രണീവേ രുക്മമൂർത്തന രുക്മമൂർത്തന. അങ്ങനെ തന്നെ വായിക്കണം. ബന്ധപ്പെടരുത്. അവിടെ ഒന്നും സ്ലോ ചെയ്യാം. വണ്ടി ബ്രേക്ക് ഇട്ടിട്ട് വായിക്കുക. ഇത്ര സ്പീഡിൽ വായിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്ന് ബ്രേക്ക് ഇടുക. ഒരേ അക്ഷരം പല പ്രാവശ്യം വരുമ്പോൾ. സന്ധ്യാപ്രണീവേ രുക്മമൂർത്തന. രുക്മം എന്ന് പറഞ്ഞാൽ സ്വർണം. ബാക്കി രത്നോദധാര ഔഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാംഗ്രിപാംഗ്രേ. ഇവിടെ പറയുകയാണ് വേണുഭുജാംഗ്രിപാംഗ്രേ. മുളകളാകുന്ന കൈകളോടും വൃക്ഷങ്ങളാകുന്ന കാലോടും കൂടിയ രത്നോദധാര ഔഷധി സൗമനസ്യ വനസ്രജ. രത്നങ്ങൾ, ജലധാരകൾ, കാട്ടുപൂക്കൾ എന്നിവയോട് കൂടിയതും ഉരുരുക്മമൂർണ സ്വർണം ശിഖരത്തിലുള്ളതും സന്ധ്യാപ്രണീവേ സന്ധ്യാകാലമേഘമാകുന്ന വസ്ത്രത്തോടു കൂടിയതും. സന്ധ്യ ഭഗവാന്റെ വസ്ത്രമായിട്ടാണ് ഉപമിക്കുക. വിരാട് പുരുഷ സങ്കല്പത്തിൽ വസ്ത്രം സന്ധ്യയാണ്. സമുദ്രം വയറങ്ങനെ ഓരോന്ന് പറയുമല്ലോ. അപ്പോൾ സന്ധ്യയാണ് അത്രേ വസ്ത്രം. ഹരിതോപലാത്രേ മരതക പർവ്വതത്തിൻ്റെ പ്രേക്ഷാം ശോഭയെ ക്ഷിബന്ധം തിരസ്കരിക്കുന്നവനെ കണ്ടു. മരതകം പച്ച നിറത്തിലുള്ള മുത്ത് വർഗ്ഗമാണല്ലോ മരതകം. അതുപോലും മങ്ങുന്ന രീതിയിലുള്ള പ്രകാശത്തോടു കൂടിയ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ നിറം നീലയാണ്. ആ നീല തന്നെ ചിലപ്പോൾ പച്ചയായിട്ട് പറയും, കറുപ്പായിട്ടും പറയും. ഇതൊക്കെ ഒന്നായിട്ടാണ് സംസ്കൃതത്തിലെ ഒരു പ്രയോഗം. പച്ചക്കല്ലൊത്ത തിരുമേനി എന്ന് പറയും. പച്ചയില്ലല്ലോ ശരിക്ക്, നീലയാണ്. ഈ സംസ്കൃതത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് മലയാളത്തിൽ അത് മോഷ്ടിച്ചതാണ്. മലയാളത്തിൽ ശരിക്കും അങ്ങനെ ഇല്ല. പച്ചക്കല്ലൊത്ത തിരുമേനി അല്ല, തെറ്റാണ്. നീലക്കല്ലൊത്ത തിരുമേനി തന്നെയാണ് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നു. സംസ്കൃതത്തിൽ ഈ പച്ചയും നീലയും കറുപ്പും ഒന്നായിട്ട് പറയും. അതങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതുകൊണ്ടാണ് അത് സംസ്കൃതത്തിലെ നിയമമാണ്. ആവാം. ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് ശ്യാമവർണം. ശ്യാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറുപ്പാവാം, നീലയാവാം, ഡാർക്ക് പച്ച ആവാം. 3നും പ്രയോഗിക്കുന്ന പേരാണ് ശ്യാമവർണ്ണ. ശ്യാമം എന്ന് പറഞ്ഞാൽ നീല എന്ന് മാത്രം അർത്ഥമില്ല. ശ്യാമളമായിരിക്കുന്ന പച്ചിലച്ചാർത്തിനെ അങ്ങനെ പറയാറുണ്ട്. അത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. പച്ചക്കല്ലൊത്ത തിരുമേനി മലയാളത്തിനെ നോക്കുമ്പോൾ തെറ്റാണ്. മലയാളത്തിൽ പച്ചക്കല്ല് നീലയ്ക്ക് പകരം പറയുന്നത് ശരിയല്ല. എന്തോ ആവട്ടെ, ഇവിടെ ആ പച്ചക്കല്ലോട് കൂടിയ അതേപോലത്തെ കാന്തിയുള്ള ഭഗവാനെ കണ്ടു. കെട്ടിത്തിളങ്ങുന്ന നീല നിറത്തോടു കൂടിയ ആ രൂപത്തെ കണ്ടു. അപ്പോൾ പച്ചിലകൾ നിറഞ്ഞ ഒരു കാട് ഉപമയാണ് അവിടെ കേട്ടോ. കാടാണെന്ന് കൂട്ടുധാരാളം വൃക്ഷങ്ങളുള്ളൊരു കാട്. അതിൽ മുളകളുണ്ട് എന്ന് സങ്കല്പിച്ചിരിക്കുകയാണ്. അത് ഭഗവാന്റെ കയ്യ് സാഹിത്യമാണ്. അവിടെ കയ്യായിട്ട് ഉപമിച്ചു. കൈകളാകുന്ന മുളകളോടും വൃക്ഷങ്ങളാകുന്ന കാലുകളോടും. ഭഗവാന്റെ കാല് എന്ന് പറഞ്ഞാൽ അവിടെ വൃക്ഷങ്ങളാക്കി ചിത്രീകരിച്ചു.
രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജ. ധാരാളം പൂക്കളൊക്കെ ചേർത്ത് കെട്ടിയ വനമാല. രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജ. ആദിപുരുഷൻ ധരിച്ചിരിക്കുന്ന പീതാംബരത്താൽ, അതായത് ഭഗവാന്റെ മഞ്ഞപ്പട്ട് മേഘകാന്തിയെ നിസ്സാരമാക്കി തീർത്തു. മേഘത്തിലത്തെ മിന്നലാണ് കേട്ടോ പ്രയോഗം, ഉദ്ദേശം, ഉപമയ്ക്ക് അടിസ്ഥാനം. മിന്നൽ, എല്ലാം മഞ്ഞ നിറാണ് മിന്നുമ്പോൾ, അതേ നിസ്സാരമാക്കുന്ന മഞ്ഞപ്പട്ടുടുത്തിട്ടും കൗസ്തുഭരത്നം, പർവ്വതത്തിലുണ്ടാകുന്ന രത്നം, ഒരു പർവ്വതമായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. കാട്, പർവ്വതം കേവാം. ഭഗവാന്റെ തുളസിമാല പർവ്വതത്തിലെ പുഷ്പങ്ങൾ, ഇല, ചെടികൾ, അതിനോട് ഉപമിച്ചു. തുളസിമാല ധരിച്ചിട്ടുണ്ട്. കൈകളാകട്ടെ മുളകൾ പർവ്വതത്തിലുള്ളതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഭഗവാന്റെ പാദങ്ങൾ പർവ്വതത്തിലത്തെ പാദങ്ങളെ പോലെ, അടിവശം പോലെയുള്ള പാദങ്ങളോടും കൂടി ആ മഹാഭഗവാനെ കണ്ടു. ഉപമിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. പ്രേക്ഷാക്ഷിബന്ധം പരിതോബലത്രേ സന്ധ്യ പ്രണീപേരുക്മമൂർത്തന. സന്ധ്യയാകുന്ന വസ്ത്രത്തോടു കൂടിയതും രത്നോദധാര ഔഷധി സൗഭനസ്യ, ഔഷധികളെ പച്ചിലച്ചാർത്ത മുതലായിട്ടത് വനമാലയായിട്ട് ധരിച്ചിട്ടുണ്ട്. അത് പർവ്വതത്തിനെ പോലെ കണ്ടു ഭഗവാനെ. പച്ചിലച്ചാർത്തിന് സമാനമായിട്ടുള്ള വനമാല ധരിച്ചിട്ടും വേണുഭുജാംഗ്രി പാങ്ക്രേ, മനോഹരമായിരുന്ന കൈകളാകുന്ന മുളകളുണ്ട് ഈ പർവ്വതത്തിൽ. പർവ്വതത്തിൻ്റെ അടിഭാഗമായിട്ടുള്ള അടിത്തട്ട പാദം, അത് ഭഗവാന്റെ കാലമായിട്ടും ഉപമിച്ചു. ആയാമതോ വിസ്തരതസ്വമാനദേകേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യാഭരണാംശുകാനാം കൃതസ്യാവാക്ഷിതവേഷദേഹം. ആയാമത, നീളം കൊണ്ടും, വിസ്തരത, വീതി കൊണ്ടും, നീളവും വീതിയും, ലോകത്രയ സംഗ്രഹേണ, 3 ലോകത്തെ സംഗ്രഹിക്കുന്നതിന് മതിയായിരിക്കുന്നതും, 3 ലോകം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. വിചിത്ര ദിവ്യാഭരണാംശുകാനാണ് ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കണം. ഇത്രയേ ഉള്ളൂ, അപ്പുറമൊന്നുമില്ല. കൃതശ്രിയ, വിചിത്രങ്ങളും ദിവ്യങ്ങളുമായിരിക്കുന്ന ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളെ ശോഭയോടുകൂടിയിരിക്കുന്ന സുമാനദേഹേന, സ്വാനുരൂപമായ ദേഹത്തിൽ, രത്നസ്വരൂപാം ക്ഷിബന്ധം, തത്സ്വരൂപ ശോഭാം ക്ഷിബന്ധം, പർവ്വതത്തെ പോലും തിരസ്കരിക്കുന്ന, പർവ്വതത്തിനെ മങ്ങിപ്പിക്കുന്ന അഭാഷിത വേഷദേഹം, സങ്കല്പിക്കുന്ന വേഷത്തെ ദാനം ചെയ്യുന്ന ഇച്ഛയോടുകൂടിയിരിക്കുന്നവരും ആയിരുന്നു. ആണ് സങ്കല്പിക്കുന്ന വേഷം എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത്. ഒരാൾ ഭഗവാനെ എങ്ങനെ ധ്യാനിക്കും അതുപോലത്തെ അനുഭവമാണ് അവനുണ്ടാവുക. ഏത് രീതിയിലാണ് നമ്മൾ ധ്യാനിക്കണം. ഓടക്കുള്ള കൃഷ്ണാച്ച അങ്ങനെ, ശംഖചക്രഗതാത്മാദികളുള്ള ആച്ച അങ്ങനെ, ഒട്ടുകുത്തിയിരിക്കണ കൃഷ്ണാച്ച അങ്ങനെ, താമര കൃഷ്ണാച്ച അങ്ങനെ, യശോദര മടിയിലിരിക്കുന്ന കൃഷ്ണ, ഏത് രൂപം നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ ആണ് ഭഗവാന്റെ അനുഭവം സാധകന് കിട്ടുക. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അപാശ്രിത വേഷദേഹം. ഏതൊരാൾ എങ്ങനെ സങ്കല്പിക്കുന്നുവോ അങ്ങനെ രൂപം കൊടുക്കുന്ന വേഷത്തോടു കൂടി, ഇവിടെ 4 കൈ, ശംഖചക്രഗത 4 കൈകളോട് കൂടിയിട്ടാണ് ഇരുന്നത്. എന്നാൽ അത് മാത്രമാണോ ഭഗവാന്റെ രൂപം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. കൃതശ്രിയാപാശ്രിത വേഷദേഹം. ഏതൊരു രീതിയിൽ സാധകനോ ഭക്തനോ ചിന്തിക്കുന്നുവോ അങ്ങനെയുള്ള അനുഭവം, അങ്ങനെയുള്ള വേഷത്തിൽ അവന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാവം കൂടിയിട്ടാണ് ഭഗവാൻ ഇത് ചെയ്തത്. ആയാമത, നീളം, വിസ്തരത, വീതി. നീളവും വീതിയും. ആയാമതോ വിസ്തരത സ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ, നീളം കൊണ്ടും വീതി കൊണ്ടും 3 ലോകത്തെ കവർ ചെയ്യും ഭഗവാന്റെ ശരീരം. ത്രിലോകങ്ങളടങ്ങിയതാണല്ലോ. വിചിത്ര ദിവ്യാഭരണാംശുകാനാം, ദിവ്യാഭരണങ്ങളെ കൊണ്ട്, കൃതശ്യാഭാഷിത വേഷദേഹം,
പുംസാംസുഖമായ വിവിക്തമാർഗേരക്ഷതാങ്കാമതുകാംഗ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദുർമയൂഖഭിന്നാങ്കുലിചാരുപത്രം. ശുദ്ധമായിട്ടുള്ള മാർഗത്തിൽ എന്നാണ് വിവിക്ത മാർഗേഹി. വിവിക്തം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒഴിഞ്ഞിരിക്കുക എന്നാണ്, മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട്. ഇതിനാണ് വിവിക്തം. പരിശുദ്ധമായ, കലർപ്പില്ലാത്തതാ, മറ്റിനോട് ചേരാത്ത, സ്വകാമായ, തങ്ങളുടെ അഭീഷ്ടപ്രാപ്തിക്ക് വേണ്ടി അഭ്യർച്ചതാം, ആദരവോടെ, സ്വകാമായ അഭ്യർച്ചതാം, ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി പൂജിക്കപ്പെടുന്ന പുംസാം, പൂജിക്കുന്ന പുംസാം, പുരുഷന്മാരും തങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി ഏതൊരാളാണോ ഭഗവാനെ പൂജിക്കണത് അവർക്കും നഖേന്ദു മയൂഖ ഭിന്നാങ്കുലി ചാരുപത്രം. ഇവിടെ നഖേന്ദു വായിക്കുമ്പോൾ പിരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. നഖേന്ദു മയൂഖ ഭിന്നാങ്കുലി ചാരുപത്രം. തിരിച്ചങ്ങോട്ടും കൂടെ ആവരുത് നൃത്തം. നഖേന്ദു എന്ന് പറഞ്ഞാൽ നഖം ആകുന്ന ചന്ദ്രൻ, ഇന്ദു ചന്ദ്രൻ, നഖം നഖേന്ദു നഖമാകുന്ന ചന്ദ്രൻ, മയൂഖം രശ്മികൾ, മയൂഖം എന്ന് പറഞ്ഞാൽ രശ്മികൾ, നഖത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം, ഭിന്നാങ്കുലി ചാരുപത്രം, മനോഹരങ്ങളോട് കൂടിയ അഭീഷ്ടദാനം ചെയ്യുന്ന ചരണമാകുന്ന പത്മത്തെ. പത്മത്തിൻ്റെ കാലിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ താമര പോലെയുമാണ്. നിലാവ് ചന്ദ്രനിൽ നിന്ന് പുറപ്പെടുന്ന പോലെ നഖത്തിൽ നിന്ന് പ്രകാശിക്കുന്നുണ്ട്. നഖത്തിനെ എപ്പോഴും നിലാവും ചന്ദ്രനുമായിട്ടാണ് ഉപമിക്കുക. മഞ്ജീരം മഞ്ജുനാഥേരിവ പദഭജനം അവിടെയൊക്കെ ഉണ്ടത്. നഖത്തിനെ വിവരിക്കുന്നുണ്ട്. കാമതുകാംഗ്രി പത്മം, അഭീഷ്ടദാനം ചെയ്യുന്നവർക്ക് ചെയ്യുന്ന പാദപത്മം. ആശ്രയ ഭക്താനാം കാമവർഷത്തിരികുശലയം, ഭക്തന്മാർക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്ന ആ പാദപത്മം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന വിധത്തിലായിരുന്നു ഭഗവാന്റെ രൂപം. പുംസാംസ്വകാമായ വിവിക്തമാർഗേരഭ്യർച്ചതാം, സ്വ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് മഹാപുരുഷന്മാരും ഭക്തന്മാരും സ്വകാമായ അർച്ചിക്കുന്നതും കാമതുകാംഗ്രി പത്മം അവർക്കെല്ലാം നൽകുന്നതും ആയ കാലിനെ പ്രദർശയന്തം പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ കാണുമല്ലോ, അവിടെ പറഞ്ഞു എന്ന് മാത്രം. കൃപയാ നഖേന്ദു മയൂഖ ഭിന്നാങ്കുലി ചാരുപത്രം, നഖത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം രശ്മികളാൽ, ചാരുപത്രം നഖമാകുന്ന രശ്മികളാൽ വികസിതങ്ങളായിരിക്കുന്ന മനോഹാരിതയോടുകൂടിയ പാദത്തെ, നഖത്തിനെയൊക്കെ വർണ്ണിച്ചു. മുഖേന ലോകാർത്തികരശ്മിതേന പരിപുരൽ കുണ്ടലമണ്ഡിതേന ശോണായിതേന അതരബിംബഭാസ പ്രത്യർഹയന്തൻ സുനസേന സുബ്രുവ. ഓരോ ഭാഗമായിട്ട് വർണ്ണിക്കണം. പാദത്തെ വർണ്ണിച്ചു. പുളഞ്ഞിയോ മുഖത്തിനെയാണ്. മുഖത്തിൻ്റെ കാര്യം പറയാനില്ല. ഭഗവാന്റെ മുഖം ചിന്തിച്ചാൽ തന്നെ സർവ്വ ദുഃഖവും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. മറക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? വേറെ ആരുടെയെങ്കിലും മുഖത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടോ? മുഖേന, എങ്ങനത്തെ മുഖം? വിശേഷണ ലോകാർത്തിഹരസ്മിതേന, ലോകത്തിൻ്റെ ദുഃഖത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന പുഞ്ചിരി ഏതൊരു മുഖത്താണോ ഉള്ളത് ആ മുഖം. ലോകാർത്തിഹരസ്മിതേന മുഖേന, ആർത്തി ദുഃഖം, ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന പുഞ്ചിരി ഏതൊരു അഥാസഹായം അതിസുന്ദരമന്ദഹാസം. കണ്ട എല്ലാം മറക്കുകയാണ് ഭക്തന്മാരെ. പരിപുരകുണ്ടലമണ്ഡിതേന, കുണ്ടലം ഉള്ളതും, ശോണായിതേന അതരബിംബഭാസ, ശോണം ചുവപ്പ്, ചുവന്ന ചുണ്ടുകളോട് കൂടിയതും ശോഭിക്കുന്ന മുഖമാണ്. ഇപ്പം എന്തൊക്കെയാണ്? ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കി തീർക്കുന്നതും, കുണ്ടലങ്ങൾ ധരിച്ചതും. മുഖത്തിൻ്റെ അലങ്കാരമാണ് കുണ്ടലം. കാരണം കഴുത്തളങ്ങളിൽ തട്ടൂലോ കുണ്ടലം. ശോണായിതേന അതരബിംബഭാസ,
തൊണ്ടിപ്പഴത്തിൻ്റെ പോലെ ചുവന്ന ചുണ്ടുകളോട് കൂടിയതും പ്രത്യർഹയന്തം സുനസേന സുബ്രുവ. സുനസേന സുബ്രുവ. അതിൻ്റെ പ്രഭയാൽ പ്രത്യർഹയന്തം പ്രതിപൂജിക്കുന്നത് ആയിരുന്നു. 3 വിധ താപങ്ങളെ ദുഃഖം ഇല്ലാതാക്കുന്നതും അധരശോഭ നിമിത്തം ചുവന്ന നിറം ഉള്ളതും നാസിക പുരികങ്ങൾ മിന്നി തിളങ്ങുന്ന കർണാഭരണങ്ങൾ ഇതൊക്കെ കൂടിയതാണ് മുഖം. അതിനെ എല്ലാവിധ 3 ദുഃഖങ്ങളും ഇല്ലാതാക്കാനുള്ള കഴിവ് ഉണ്ട്. പ്രത്യർഹയന്തം സുനസേന സുബ്ര. സുനസേന ശോഭനമായിട്ടുള്ള പുരികങ്ങൾ. സുബ്രു എന്ന് പറഞ്ഞാൽ പുരികക്കൊടിയാണ്. തൊണ്ടിപ്പഴത്തിന് തുല്യമായിരിക്കുന്ന ശോഭയാൽ ചുവന്ന ചുണ്ട് അങ്ങനെയുള്ളതും ചുണ്ടോട് കൂടിയതും കുണ്ടലവണ്ടിതേന കുണ്ടലത്തോട് കൂടിയതും ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും മുഖം കൊണ്ട് പ്രത്യർഹയന്തം ആയിരുന്നു. സുനസേന നാസിക. മനോഹരമായിട്ട് എള്ളിൻ പൂവിൻ്റെ പോലെയുള്ള നാസികയോടും കൂടിയതും. സുനസേന സുബ്രുവ. ഇപ്പം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്താൽ മതി. ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും കുണ്ടലം ശോഭിക്കുന്നതും തൊണ്ടിപ്പഴത്തിൻ്റെ പോലത്തെ ചുണ്ടുള്ളതും മനോഹരമായിട്ടുള്ള മൂക്കുള്ളതും ആയ മുഖത്തെയാണ് ബ്രഹ്മാവ് കണ്ടത്. കദംബ കിഞ്ചൽ കപിശങ്കവസലംകൃതം മേഖലയാ നിദംബേ ഹാരേണ ചാനന്ദതനേന വത്സ ശ്രീവത്സവക്ഷത്തലവല്ലഭേന. ഭഗവാന്റെ ആ സ്വരൂപത്തെ ഇങ്ങനെ വിചാരിക്കുമ്പോൾ മൈത്രേയ മഹർഷിക്ക് ആനന്ദം വരികയാണ്. ഏത് ഭക്തനാ വരാത്തത്? വത്സ അങ്ങനെ വിളിക്കുകയാണ്. നോക്കൂ വിതുര, കേ ബാലക, കുട്ടീന്ന് ആ വിതുരനോട് സ്നേഹത്തോടു കൂടിയിട്ട് പറയണം. കദംബ കിഞ്ചൽ കപിശങ്കവാസസ. കദംബ പുഷ്പങ്ങളുടെ കേസരങ്ങൾ പോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കൊണ്ടും. വിഷ്ണു കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു മറ്റുള്ള ഉപാസനയിലുള്ള സുപ്പീരിയോറിറ്റി. പലരും പറയുന്നുണ്ടല്ലോ അത്. വിഷ്ണുവിനെ ഭജിച്ചാൽ വേറൊന്ന് ഭജിക്കേണ്ട ആവശ്യമില്ല. ദേവദേവനാണ് വിഷ്ണു, പിന്നൊന്നും ആവശ്യമില്ല. പലതരത്തിലുള്ള ഉപാസനകളൊക്കെ ഏതുവരെ അറിയോ? ഏതുവരെയാ? വിഷ്ണു ഭക്തി പൂർണ്ണ ആവണ വരെ വേണ്ടു. അതുവരെയൊക്കെ ആവാം, വേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ അതങ്ങോട്ട് പൂർണ്ണമായാൽ ഒക്കെ വെട്ടിക്കളയാമെന്നാണ് കുറേ അറിവുള്ളവർ പറയണം. നമ്മൾ പറയണതല്ല കേട്ടോ. അതെന്താ കാരണം? ഒരുപടി കാരണമുണ്ട്. ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ മഞ്ഞ വസ്ത്രവും ഭഗവാന്റെ രൂപം തന്നെയാണ്, നീല നിറവും. ഈ ഒരു കോമ്പിനേഷൻ വളരെ കുറച്ച് ദൈവങ്ങൾക്കേ ഉള്ളൂ. നോക്കി നോക്കൂ, ചിലക്ക് നീല വസ്ത്രം, ചിലക്ക് മഞ്ഞ വസ്ത്രം. പക്ഷെ നീല നിറവും മഞ്ഞ വസ്ത്രവും കൂടി ഉള്ള കോമ്പിനേഷൻ അധികം കാണില്ല. ഇത് ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ്റെ മനസ്സിന് വളരെയേറെ സുഖം നൽകുന്ന ഒരു രൂപമാണ് എന്ന് പറയുന്നു, മഞ്ഞി നീലി. അതുകൊണ്ടാണ് ഈ വിഷ്ണു രൂപത്തെ ഇത്ര പ്രാധാന്യം കൊടുത്തത്. ദൈവം തന്നെ ഉള്ളൂ കേട്ടോ, ദൈവം പലതൊന്നുമില്ല, വെറുതെയാണ്, ഒറ്റ ദൈവം തന്നെ ഉള്ളൂ. അതിനെ ഇങ്ങനെ കാണുകയാണ് ഏറ്റവും നല്ലത്. എന്തിനാ വേറോരോ രൂപത്തിൽ കാണണം? ഇത്ര സുഖം തരുന്ന ഒരു രൂപം വേറൊന്നുമില്ല എന്നാണ് പണ്ഡിതമതാണത്. അതുകൊണ്ടാണ് ഇവിടെ താമരയുടെ നടുക്കുള്ള കേസരങ്ങൾ പോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കൊണ്ടും നീലമേഘശ്യാമള നിറം കൊണ്ടും മേഖലയ അരഞ്ഞാണുകൊണ്ടും ഇത്ര ധ്യാനിക്കാൻ സുഖമുള്ളൊരു രൂപം വേറൊന്നുമില്ല. വേറെ ഏതിനെ ധ്യാനിച്ചാലും നമുക്ക് ഈ ഒരു അനുഭവം കിട്ടില്ല എന്നാണ് പറയണത്. കിട്ടില്ല. അതാണ് ഈ വിഷ്ണു ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. നിദംബേ, നിദംബത്തിൽ അലങ്കരിക്കപ്പെട്ടും അനന്തധനേന ധാരാളം ധനം
അറ്റമില്ലാത്ത ധനം കൊണ്ട് ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന, അവിടെ ആരായിരിക്കണം? ലക്ഷ്മി. എല്ലാ സമ്പത്തിൻ്റെയും അധിപ ആയ ലക്ഷ്മി ഇരിക്കുന്ന മാറോട് കൂടിയതും ഹാരേണ മുത്തുമാലയാൽ അലങ്കരിക്കപ്പെട്ടും ഇരിക്കുന്നു. എന്താ മാറിൻ്റെ പ്രത്യേകത? രണ്ട് സംഗതിയുണ്ട്. നല്ല മാല ധരിച്ചതും പിന്നെ ഏറ്റവും പ്രധാനം സമ്പത്തിൻ്റെ അധിപയായിട്ട് ലക്ഷ്മി ഇരിക്കുന്നതും ആയ മാറിടം, മഞ്ഞപ്പട്ട് മാറിടം ഇതൊക്കെ വിവരിച്ചു. കദംബ കിഞ്ചൽ കപിശങ്കവാസ, പിശങ്കം മഞ്ഞ വസ്ത്രം ധരിച്ചതും സ്വലങ്കൃതം അലങ്കൃതമായത് എന്നർത്ഥം. മേഖലയാ നിദംബെ, അരയിൽ കെട്ടിയിട്ടുള്ള അരഞ്ഞാണ്. ഹരേണ ചാനന്ദധനേന വത്സ, മാറത്ത് മനോഹരമായിട്ടുള്ള മാല. അതേപോലെ ലക്ഷ്മി ഭഗവതി സർവസമ്പത്തിൻ്റെയും അധിപ ഒക്കെ ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഒരു വേഷഭൂഷകളും ഒക്കെ ശ്രീവത്സവക്ഷത്തലവല്ലഭേണ, ശ്രീവത്സം എന്ന ഒരു മറുകും ഉള്ള മാറിടവും ഹേ വിതുര ആ ബ്രഹ്മദേവൻ ഭാഗ്യത്തോടു കൂടിയിട്ട് കണ്ടു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.